ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ജെല്ലാണ്. അതിനാവശ്യമായിട്ടുള്ളത് മെയിനായിട്ടുള്ളത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ്, ഉലുവ, ചെമ്പരത്തിപ്പൂവ്, ഇത് മൂന്നും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 സ്പൂണ് ഫ്ലാക്സ് സീഡും 1 സ്പൂണ് ഉലുവയും 2 ഗ്ലാസ് നോർമൽ വാട്ടർ. അത് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് എടുത്തത്. അപ്പോൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. എല്ലാം കൂടി നന്നായി തിളപ്പിക്കുക. അപ്പോൾ ഈ ജെല്ല് മുടിക്ക് നല്ല ഷൈനിങ്ങും ഹെയർ ഗ്രോത്തിനും എല്ലാം നല്ലതാണ്. ഇതൊരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. ആദ്യം ഉലുവയും ഫ്ലാക്സ് സീഡും കൂടി അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിക്കുക. കുറച്ച് തിളച്ച് നല്ല തിക്കാവുമ്പോൾ, ഒരുപാട് തിക്കാവണ്ട, അപ്പോൾ ചെമ്പരത്തിപ്പൂവ് ഇതളായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലാക്സ് സീഡും ഉലുവയും കൂടി നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളിടാം. ഞാനൊരു 3 ചെമ്പരത്തിപ്പൂവാണ് എടുത്തത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. ഇത് മുടിക്ക് നല്ല മുടി വളരാനും മുടി നല്ല ഷൈനിങ് ആവാനും ഒക്കെ നല്ലതാണ്. നല്ലോണം തണുത്ത ശേഷം തലയിൽ തേച്ച് ഒരു 10-15 മിനിറ്റ് നിന്നിട്ട് കഴുകിക്കളയാം. അതിന് രണ്ടാമതിന് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് കുറച്ചധികം സമയം വെക്കാം. അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി തിളച്ച് നല്ല തിക്കായി വരുമ്പോൾ, ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അരിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കോട്ടൻ്റെ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് അരിച്ച് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അരിച്ചെടുത്ത ജെല്ല് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ആക്കിയിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.